ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിയർ ടിയർ. ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. അതായത് ഒന്നാമത്തേത്, നമ്മളൊക്കെ ഷോപ്പിൽ നിന്ന് സാരിയും ദുപ്പട്ടയും വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ഫാബ്രിക്കിൻ്റെ ബോർഡേഴ്സ് പിടിപ്പിച്ചത് നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് തികയാതെ വരാം, പീസ് തീർന്നു പോവാം. അപ്പോൾ രണ്ട് പീസുകൾ തമ്മിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ, ഇതിപ്പോൾ റെഡിമെയ്ഡ് ഷോളാണ്, ഇതുപോലെ എങ്ങനെ യോജിപ്പിക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. ഈ ഷോളിൻ്റെ റോങ് സൈഡാണ് കേട്ടോ മുകളിൽ, ചീത്ത ഭാഗമാണ് മുകളിൽ വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ ബോർഡർ കൊടുക്കാനായിട്ട് ഒരു പട്ട എടുത്തിട്ടുണ്ട്. 2 ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. ഇത് യോജിപ്പിക്കുന്നത് കാണിക്കാനായതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. അതായത് 2 പീസുകൾ തമ്മിൽ ഇടയ്ക്ക് വെച്ച് എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 പീസാക്കിയിട്ടുണ്ടത്. ഇനി ഫാബ്രിക്കിൻ്റെ മോശം ഭാഗത്ത് ഈ ഒരു പട്ടയുടെ നല്ല ഭാഗം വെച്ചിട്ട്, അതായത് പട്ടയുടെ നല്ല ഭാഗം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ചിലരൊക്കെ 2 സൈഡിൽ മാത്രമായിരിക്കും ബോർഡർ കൊടുക്കുക. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ പിടിപ്പിക്കുക. അതായത് നമ്മുടെ ഷോളിനേക്കാൾ കുറച്ചും കൂടെ മുകളിലേക്ക് നമ്മുടെ ഫാബ്രിക് നീക്കി വെച്ചിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുടങ്ങാം. ജസ്റ്റ് വെറുതെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നല്ല ഭാഗത്തേക്ക് ടേൺ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു. കുറച്ച് തുണി ബാക്കി നിൽക്കെ നമ്മൾ അവിടെ സ്റ്റിച്ച് നിർത്തി. ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത പീസ് എടുത്തു. അടുത്ത പീസ് അതുപോലെ തന്നെ താഴ്ഭാഗം നല്ല ഭാഗത്ത് വരുന്ന പോലെ, നല്ല ഭാഗം താഴത്ത് വരുന്ന പോലെ മടക്കി വെച്ചു. 2 പീസിലും 1.5 ഇഞ്ചിൽ കൂടുതൽ ഞാൻ ഇതുപോലെ എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് താഴത്തേക്ക് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിടിപ്പിച്ചു. നമ്മൾ പിടിപ്പിച്ച 2 പീസിൻ്റെയും സെൻറ്ററിൽ ക്ലോത്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പിടിപ്പിച്ച ക്ലോത്ത് നമ്മൾ ഇതുപോലെ ടേൺ ചെയ്ത് വെച്ചു, സ്ട്രൈറ്റായിട്ട് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ രണ്ടാമത്തെ പീസ് തിരിച്ച് വെച്ച് കൊടുക്കുക. എൽ ഷേപ്പ് വരുന്നത് പോലെ വെച്ച് കൊടുക്കുക. കണ്ടോ? ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് വെർട്ടിക്കലായിട്ടും വെച്ചു. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ അവിടെ കാണാം. അതിൽ നിന്ന് ആ ഒരു കോർണറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചതിൻ്റെ പുറമേ കൂടെ തന്നെ ആ ഒരു കോർണർ ഷേപ്പിൽ സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് കൊടുത്തു. ബാലൻസ് ഉള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ഇടക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാരിയിലൊക്കെ പിടിപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫാബ്രിക്കൊക്കെ വേണം. അപ്പോൾ ഇടക്ക് വെച്ച് തികഞ്ഞില്ലെങ്കിൽ നമുക്കിതുപോലെയാണ് പിടിപ്പിക്കേണ്ടത്. ഇനി അതിന് ശേഷം നല്ല ഭാഗത്തേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൽ ആദ്യം തന്നെ എക്സ്ട്രാ ഇട്ടത് കൊണ്ട് മടക്കുമ്പോൾ ഇതുപോലെ നീറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് എപ്പോഴും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് നല്ല ഭാഗത്തിൻ്റെ അരികിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി മറ്റേ സൈഡും 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള വീതിക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഡിസൈനർ ഫാബ്രിക്കൊക്കെ വാങ്ങിച്ച് ദുപ്പട്ട ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ 4 സൈഡും കൊടുക്കാറില്ല. കൂടിയ തുണിയുടെ ടോപ്പൊക്കെ തയ്ച്ചിട്ട് അതിൽ നിന്ന് ബാക്കി കിട്ടുന്ന കുറച്ച് പീസൊക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഇതേപോലെ നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫാബ്രിക്കുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നല്ല വശം, നമ്മുടെ മോശഭാഗം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബിഗിനേഴ്സിന്. ഇനി അടുത്തത് കാണാൻ പോകുന്നത്, നമ്മൾ ഇതേപോലെ സൈഡിൽ മാത്രം പ്ലീറ്റ് വരുന്ന കുർത്തിയും കുട്ടികളുടെ ഫ്രോക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും ബിഗിനേഴ്സിൽ ഇത് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നതെന്ന്.
അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ സാധാ ഒരു കുർത്തി കട്ട് ചെയ്യുന്ന പോലെ ഷോൾഡറും ആം ഹോളും കഴുത്തും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ കുർത്തിക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇതുപോലെയാണ് എ ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. അതിനു പകരം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വീതി കൂട്ടി ഒരു ബോക്സ് പോലെ എടുക്കാം. താഴത്തേക്കും അതേ ബോക്സ് ഷേപ്പിൽ തന്നെ വരച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് എത്ര ഭാഗം വരെയാണോ സൈഡിൽ ഓപ്പണിംഗ് വേണ്ടത് അവിടെ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഞാൻ നിവർത്തി കാണിക്കാം. രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് കട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ചെയ്യാനുള്ളത്, നമ്മൾ ഈ എക്സ്ട്രാ ഇട്ടേക്കുന്നത് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൽ 2 സ്റ്റിച്ച് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഓരോ മെഷീനിലും സ്റ്റിച്ച് ലൂസാക്കുന്ന മെത്തേഡ് പല രീതിയിലായിരിക്കും. അവരവരുടെ മെഷീൻ അനുസരിച്ച് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി അതിനുശേഷം ഈ 2 സ്റ്റിച്ചിൽ നിന്നും ഓരോ ത്രെഡ് വീതം, ഒരു സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ മുകളിലെ നൂലും താഴത്തെ നൂലും ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് മുകളിലത്തെ ത്രെഡുകൾ വീതം ഒരുമിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ചുരുക്കി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ്സോ ചുരുക്കോ കിട്ടും. പ്ലീറ്റ് വേണമെന്നുള്ളവർക്ക് പ്ലീറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ചുരുക്ക് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ വലിച്ച് ചുരുക്കിയിട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഫാബ്രിക് മടക്കുക. നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത പീസ് മടക്കുക. അതായത് ഇത് മോശം ഭാഗമാണ്. ഇനി അതിൻ്റെ മോശം ഭാഗത്ത് ഇതിൻ്റെ ഔട്ടർ സെയറിൽ നിന്ന് 1/2 ഇഞ്ചിൽ തുടങ്ങി ഉള്ളിലേക്ക് വരുന്തോറും ടക്സ് പോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പ്ലീറ്റ്സ് കട്ടിങ് എവിടെയാണോ തുടങ്ങുന്നത് ഔട്ടർ ലെയർ മുതൽ കട്ടിങ് തുടങ്ങുന്നത് വരെ, അതാണ് കട്ടിങ് തുടങ്ങുന്ന ഒരു പോയിന്റ്. അതും കഴിഞ്ഞ് പതിയെ അറിയാത്ത രീതിയിൽ ഒരു ടക്ക് പോലെ കൊണ്ടുവന്ന് അത് അടിച്ചു നിർത്തുക. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കുകളും നമ്മുടെ കുർത്തികളും ഇതുപോലെ കാണാറുള്ളതാണ്. ബിഗിനേഴ്സിന് അപ്പോൾ അറിയണമെന്നില്ല, ചെയ്യാറുള്ളവരും ഉണ്ടാവാം. യൂസ്ഫുൾ ആയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ആ ഒരു പോയിൻറ്റും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റാക്കി നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് സൈഡിൽ മാത്രമായിട്ട് ആ ഒരു പ്ലീറ്റ്സ് വരുന്നത്. ഇതേപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതുപോലെ 2 സൈഡിലും നമ്മൾ ഇതുപോലെ ടക്സും പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഫ്രോക്ക് ആണെങ്കിൽ 2 ബവും കൂടെ വെച്ചാൽ നമ്മുടെ ബേബി ഫ്രോക്ക് റെഡി. അതല്ലെങ്കിൽ നമുക്ക് കുർത്തിക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.